ലോക കൊതുക് ദിനമായി ആചരിക്കുന്നത് എന്നാണ്. എല്ലാവരും പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ. ലോക കൊതുക് ദിനമായി ആചരിക്കുന്നത്. ഏവർക്കും ഓഗസ്റ്റ് 20 ഡെയിലി കറണ്ട് അഫെയർ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തന്നെയാണല്ലേ ലോക കൊതുക് ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 20 ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ സെഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഒരു SGQ ഉണ്ടല്ലേ, അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാ ദിവസവും നൽകുന്നുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കൊതുക് ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നോക്കിക്കേ. 1897 ഓഗസ്റ്റ് 20 ബ്രിട്ടീഷ് ഡോക്ടർ സർ റൊണാൾഡ് റോസ് പെൺ അനോഫിലിസ് കൊതുകുകൾ മനുഷ്യർക്കിടയിൽ മലേറിയ പരത്തുന്നുവെന്ന് കണ്ടെത്തിയത്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഓഗസ്റ്റ് 20 കൊതുക് ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ദെൻ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക, മഞ്ഞപ്പനി എന്നിവ പരത്തുന്നത് ഏതാണ്? ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് അല്ലേ. ഓക്കെ, മലേറിയ, മലമ്പനിയൊക്കെ പരത്തുന്നത് പെൺ അനോഫിലിസ് കൊതുകുകളാണ്. ഓക്കെ, മന്ദരോഗം, ജപ്പാൻ ചുരം, വെസ്റ്റ് നൈൽ പനി പരത്തുന്നത് ഏതാണ്? ക്യൂലെക്സ് കൊതുകുകളാണ്. ഓക്കെ, മന്ദരോഗം, ജപ്പാൻ ചുരം, വെസ്റ്റ് നൈൽ എന്നിവ പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകളാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2026 അർജുന അവാർഡിന് അർഹരായ മലയാളികൾ ആരെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈയിടെ കഴിഞ്ഞ് ഇന്നലെയാണ് വന്നത്. ഓക്കെ, നോക്കിക്കേ ആരൊക്കെയാണ് 2026 അർജുന അവാർഡിന് അർഹരായ മലയാളികൾ. 17 പേരിൽ 2 പേർ മലയാളികളാണ്. ആരൊക്കെയാണ്? യെസ്, കറക്റ്റാണ്. ഓപ്ഷൻ സി, ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലുമാണ്. ഓക്കെ, ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലുമാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ ടോട്ടൽ 17 പേർക്കാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം എന്താണ്, ഗെയിൽ രത്ന ഇല്ല അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ 17 പേരുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 2 മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു അജ്മലും ട്രീസ ജോളിയാണ് അല്ലേ. അജ്മലും ട്രീസ ജോളിയാണ്. അജ്മൽ അത്ലറ്റിക്സിൽ നിന്നാണ്. ഓക്കെ, റാലിയിൽ നിന്നാണ്. അതുപോലെ തന്നെ ട്രീസ ജോളി ബാഡ്മിൻ്റണിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ലോക ബാഡ്മിൻ്റൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിലും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ട്രീസ ജോളിയാണ് ഉള്ള മലയാളി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ദ്രോണാചാര്യ ലൈഫ് ടൈം അവാർഡ് ഇവിടെ കാണാം, നമുക്ക് പഠിച്ചു വെക്കണം. ധർമ്മേന്ദ്ര സിംഗ് യാദവും അതുപോലെ തന്നെ വീരേന്ദ്രകുമാറിനുമാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അർജുന അവാർഡ് ലൈഫ് ടൈമും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന് അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി ബെഞ്ചിലെ ജഡ്ജിമാർ ആരെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആരാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. ABCD ആരാണ്? യെസ്, ജസ്റ്റിസ് PS നരസിംഹയും ജസ്റ്റിസ് അലോക് ആരാധയുമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മുതിർന്ന പൗരന്മാരുടെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്നതിനായി 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച നിയമം അനുസരിച്ചാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന വിധി വന്നിട്ടുള്ളത്. ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിക്കാനുള്ള മൗലികാവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21 എന്നോർക്കുന്നത്. ഓക്കെ, അപ്പോൾ തൊട്ട് 41 എന്താണ്? ആർട്ടിക്കിൾ 41 ഇമ്പോർട്ടൻ്റ് ആണ്. പ്രായാധിക്യം ബാധിച്ചവരുടെ പൊതുസഹായം ഉറപ്പാക്കൽ നിർദ്ദേശ തത്വങ്ങൾ സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 350 വിക്കറ്റുകളും 4000-ലധികം റൺസും നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ്. ഓക്കെ, രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ്. പെട്ടെന്ന് പറഞ്ഞോളൂ, ആരാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ 350 വിക്കറ്റുകളും 4000-ലധികം റൺസും നേടുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ താരം ആരാണെന്ന് ചോദിച്ചാൽ രവീന്ദ്ര ജഡേജയാണ് അല്ലേ. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രപേപ്പറാണ് ഇവിടെ കിടക്കുന്നത്, നോക്കണ്ട കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ പേപ്പറാണ്. ഓക്കെ, രവീന്ദ്ര ജഡേജയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 350 നേട്ടം കൈവരിക്കുന്ന 5ാമത്തെ ഇന്ത്യൻ ബൗളറാട്ടോ. ഓക്കെ, 5ാമത്തെ ഇന്ത്യൻ ബൗളറാണ് എന്നോർക്കുക. അതുപോലെ തന്നെ ആദ്യ ഇന്ത്യൻ താരം മുൻ ക്യാപ്റ്റൻ കപിൽ ദേവ് ആണ്. ഓക്കെ, ഇദ്ദേഹം 2ാമത്തെ ആണെങ്കിൽ ആദ്യത്തേതാരാണ്? കപിൽ ദേവ് ആണെന്നും ഓർത്തു വയ്ക്കുക. ഓക്കെ, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ ആസ്ഥാനം ദുബായ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ചെയർമാൻ ആരാണ്? നിലവിലെ ചെയർമാൻ ജയ്ഷയാണെന്നും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നാവികസേനയുടെ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യ അമേരിക്കയിൽ നിന്ന് പാട്ടത്തിനെടുത്ത അത്യാധുനിക ഡ്രോണുകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ്? MQ-9B സീ ഗാർഡിയൻ എന്ന് പറയുന്ന ഡ്രോണുകളാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് പാട്ടത്തിനെടുത്തിട്ടുള്ളത്. ഓക്കെ, കടലിലെ നീക്കങ്ങൾ അതിവേഗം നിരീക്ഷിക്കാനും
ശേഷിയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകളാണിവ. മൊത്തം 1943 കോടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രതിരോധ കമ്പനിയിൽ നിന്നും കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഡിസംബർ 4 നാവികസേനാ ദിനം എന്ന് ഓർത്ത് വയ്ക്കുന്നത്. ഓക്കെ, എമൗണ്ട് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നാവികസേനാ ദിനം ഡിസംബർ 4 ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. കൊൽക്കത്തയിലെ അരബിന്ദോ സമിതി ഏർപ്പെടുത്തിയ പ്രശസ്തമായ അരബിന്ദോ പുരസ്കാരം നേടിയ ആദ്യ മലയാളി, ഇമ്പോർട്ടൻ്റ് ആണ്, ആദ്യ മലയാളി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യ മലയാളി ആരാണ്? യെസ്, ഡോക്ടർ മുരളി ശിവരാമകൃഷ്ണനാണ്. ഓക്കെ, ഡോക്ടർ മുരളി ശിവരാമകൃഷ്ണൻ, ഓപ്ഷൻ സി ആണ്. യെസ്, ഓക്കെ. അരബിന്ദോ ഓർ ദി പൊയറ്റിക്സ് ഓഫ് ഹോപ്പ് എന്ന കൃതിക്കാണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ സാഹിത്യ ദർശനങ്ങളെക്കുറിച്ചുള്ള സമഗ്ര പഠനങ്ങൾക്കുമായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാവും പിന്നീട് പോണ്ടിച്ചേരിയിൽ അരബിന്ദോ ആശ്രമം സ്ഥാപിച്ച ആത്മീയ ആചാര്യനുമാണ് ശ്രീ അരബിന്ദോ ഘോഷ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, നോക്കിക്കുക അടുത്ത ചോദ്യം. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിൻ്റെ ഓണററി ജനറൽ പദവി നൽകി ആദരിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കരസേനാ മേധാവി ആരാണെന്ന് ഓർത്തിരിക്കണം. ആരാണ്? അല്ലെ, ധീരജ് സേത്താണ്. ധീരജ് സേത്താണ്, ധീരനാണ് അല്ലേ, കരയിലുള്ള മേധാവി ധീരനാണ്. ഓക്കെ, ധീരജ് സേത്താണ്. അതുപോലെ അദ്ദേഹത്തിന് ഓണററി പദവി നൽകി ആദരിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നേപ്പാളാണല്ലേ, നേപ്പാളാണ്. ഓക്കെ, എല്ലാ പ്രാവശ്യവും നടക്കുന്ന ഒരു പരിപാടി തന്നെയാണിത്. ഇന്ത്യ അങ്ങോട്ടും നേപ്പാൾ ഇങ്ങോട്ടും ചെയ്യുന്ന പരിപാടി തന്നെയാണ് കേട്ടോ. ഓക്കെ, നോക്കിക്കേ. കാഠ്മണ്ഡുവിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരമായ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് നേപ്പാൾ പ്രസിഡൻ്റായ രാംചന്ദ്ര പൗഡേൽ ബഹുമതി സമ്മാനിച്ചത്. ഓക്കെ, നേപ്പാൾ പ്രസിഡൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. രാംചന്ദ്ര പൗഡേലാണെന്ന് ഓർക്കണം. ഇന്ത്യയും നേപ്പാളും തമ്മിൽ പരസ്പരം സൈനിക മേധാവികൾക്ക് ഓണററി ജനറൽ പദവി നൽകുന്ന സൈനിക പാരമ്പര്യം 1950 മുതൽ നിലവിലുണ്ട്. ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടക്കുന്ന സൈനിക അഭ്യാസം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സൂര്യകിരണാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ അല്ലടാ? ഇത്രയും കറണ്ട് അഫയേഴ്സ് കിട്ടിയോ? ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ സെഷൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ചോദ്യമാണ് ഈ കിടക്കുന്നത്. സ്പെഷ്യൽ ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. നോക്കുക, വനിതകൾക്ക് മാത്രമായി KSRTC ആരംഭിച്ച പുതിയ ബസ് സർവീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ ഈ ഒരു സെഷനിലല്ല ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്, ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് നടക്കുന്നുണ്ട്. സോ എല്ലാവരിലേക്കും അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിലേക്ക് ആഡ് ചെയ്തു എന്ന് മാത്രമാണ്. അപ്പോൾ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന 5 ദിവസങ്ങളിലെ ചോദ്യത്തിനും കറക്റ്റായിട്ടുള്ള ആൻസർ നൽകിക്കൊണ്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങളിലേക്ക് എത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എന്തെങ്കിലും കമൻറ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും താങ്ക് യു.